പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പി ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നിങ്ങളിലാണ് ആരംഭിച്ചത്. നിങ്ങളിൽ നിങ്ങളുടെ പരിമിതികളുണ്ട്, പക്ഷെ ആരംഭിച്ചവൻ പരിമിതികളില്ലാത്തവൻ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കാത്ത ചില ഘടകങ്ങളുണ്ട്. അത് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ അറിവ്, നമ്മുടെ സാഹചര്യങ്ങൾ, അത് പലപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ബോധ്യമുണ്ട്. എന്നിലാണ്, പരിമിതികളുള്ള എന്നിൽ പരിമിതികളില്ലാത്ത ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുക. എൻ്റെ ഞാനെന്ന് പറയുന്ന വ്യക്തിയിലാണ് ദൈവം ആരംഭിച്ചത്. പക്ഷേ സർവശക്തനാണ് എന്നിൽ ആരംഭിക്കുന്നത്. അവൻ അതിനെ നിവർത്തിപ്പാൻ ശക്തനാണ്. അവൻ അതിനെ നിവർത്തിക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മൾ ചില സംഭവങ്ങളെ എടുത്തു കാട്ടി നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാനൊരു പരാജയമാണ്. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. നിങ്ങൾ ഒരു മേഖലയിൽ പരാജയമെങ്കിൽ മറ്റൊരു മേഖലയിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യതകൾ തുറന്നു വെച്ചിട്ടുണ്ട്. കാരണം ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്നു. റോമാലേഖനം 8-ാം 28-ാം വാക്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥത്തിൽ പരാജയമല്ല പരാജയം. പരാജയത്തിന് മുമ്പിൽ പരാജയപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ പരാജയം. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകളല്ല അവന്റെ വളർച്ചയെ നിയന്ത്രിക്കുന്നത്. ആ ഉയർച്ച താഴ്ചകളോടുള്ള അവന്റെ മനോഭാവമാണ് അവന്റെ ഉയർച്ചയെ അല്ലെങ്കിൽ അവന്റെ വളർച്ചയെ തീരുമാനിക്കുന്നത്. ജയിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പക്ഷെ പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് പലരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. തോൽക്കുമോ എന്ന ഭയം. തോൽക്കുമെന്ന ഭയമാണ് ജയിക്കാൻ ഏറ്റവും വലിയ തടസ്സം. നമ്മുടെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: ഞാൻ കടന്നു പോകുന്ന വഴികളിൽ ചില മേഖലകളിൽ തോൽവി പോലെ ചിലത് സംഭവിച്ചാലും ആത്യന്തിക ജയം എനിക്കാണ്. കാരണം എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് കർത്താവാണ്. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. അതുകൊണ്ട് അതിന്റെ പൂർണ്ണതയിൽ ഞാൻ ജയത്തിലെത്തുമെന്നുള്ള ബോധ്യം എൻ്റെ അകത്തുണ്ട്. ജയമെന്ന് പറയുന്നത്, ഒരാളുടെ ജീവിതത്തിലെ ജയമെന്ന് പറഞ്ഞത് ഒരിടത്തും തോൽക്കാതിരിക്കുന്നതല്ല. ജീവിതത്തിലെ വിജയത്തിന്റെ കഥ, വിജയത്തിന്റെ കഥ അവൻ തോറ്റപ്പോഴും ജയാളി എന്ന മനോഭാവത്തിൽ നിന്നുവെന്ന്. സമൂഹം നോക്കി അവൻ തോറ്റതാ, പക്ഷെ അവന്റെ മനോഭാവത്തിൽ അവൻ തോറ്റിട്ടില്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അകത്ത് അറിയേണ്ട ഒരു സത്യമുണ്ട്: യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നിങ്ങളെ പരാജയപ്പെടാനോ ജയത്തിലേക്ക് കൊണ്ടുവരാനോ ഇതൊന്നുമല്ല കർത്താവിന്റെ പദ്ധതി. അവനെ പോലെയാക്കുക, പുത്രത്വമുള്ളവരാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഉയർച്ചകൾ താഴ്ചകളെ അല്ല നിങ്ങൾ കണക്കിടേണ്ടത്, നിങ്ങളുടെ മേൽ കിടക്കുന്ന പുള്ളിയാണ്. അതുകൊണ്ട് തോൽവി അല്ല നിങ്ങളെ നിരാശപ്പെടുത്തേണ്ടത്, ജയമല്ല നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത്, ക്രിസ്തുവിലുള്ള ഭാവമാണ് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത്. അതായത് തോൽവിയുടെ മുമ്പിലും ക്രിസ്തുവിന്റെ മനോഭാവത്തോട് നിൽക്കുക, ജയത്തിലും ക്രിസ്തുവിന്റെ മനോഭാവത്തോട് നിൽക്കുക. പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തു ക്രൂശി മരിച്ചപ്പോൾ ലോകം ഒന്നിച്ചു പറഞ്ഞു കഴിഞ്ഞു എന്ന്. പക്ഷെ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അതേ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുമുണ്ട്. ഞാൻ വീണ്ടും പറയാം, തോൽവിയുടെ സാഹചര്യങ്ങളല്ല നിങ്ങളുടെ പരാജയത്തെ നിശ്ചയിക്കുന്നത്, തോറ്റു എന്ന മനോഭാവം. അതുകൊണ്ട് നിങ്ങളുടെ അകത്തൊരു ഉറപ്പ് കൊണ്ടുവരാമോ? ഇല്ല, ക്രിസ്തുവിന്റെ ആത്മാവ് എൻ്റെ അകത്തുണ്ട്. തോൽവിയുടെ സാഹചര്യമല്ല എൻ്റെ തോൽവിയെ നിശ്ചയിക്കുന്നത്, എൻ്റെ അകത്ത് വസിക്കുന്ന കർത്താവ്. ജയത്തോടെ മുന്നോട്ട് പോകാം. നിങ്ങൾ എവിടെല്ലാം തോറ്റോ, ഈ സന്ദേശം നിങ്ങളോട് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെല്ലാം നിങ്ങൾ തോറ്റു കിടക്കുന്നു അവിടെയെല്ലാം നിങ്ങൾ ജയമായി മാറുന്ന സീസണാണ്. ജയാളികളാണെന്നുള്ള ബോധ്യമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. കർത്താവ് നിങ്ങളെ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നിങ്ങളെ നടത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.